ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ പ്ലീസ് ബി മാരീഡിൻ്റെ 5ാമത്തെ എപ്പിസോഡാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ കാണിക്കുവാണ് നമ്മുടെ അനാൻ ഉണ്ടല്ലോ. അനാൻ വന്നിട്ട് ഷെന്നിൻ്റെ അടുത്ത് പറയണം, പപ്പയ്ക്ക് ഒരു കാര്യം അറിയോ, അമ്മ ഇന്നലെ രാത്രി എന്നെ കുളിപ്പിച്ചുകൊണ്ടിരുന്ന് പറയുകയാണെങ്കിൽ അമ്മയ്ക്കും പപ്പയ്ക്ക് ഇഷ്ടമാണെന്ന്. അപ്പോൾ ഇവന് ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ അവനതൊന്നും പുറത്ത് കാണിക്കാതെ പറയാണ്, മോനെ അങ്ങനെയൊന്നുമല്ല, നിൻ്റെ അമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരെയാണോ ഭാവിയിൽ കല്യാണം കഴിക്കുന്ന ആളാണ് നിൻ്റെ അമ്മ, അല്ലാതെ ഷിയാങ്കി അല്ല നിൻ്റെ അമ്മ എന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ അനാനാണെങ്കിൽ തിരിച്ചിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ല പപ്പയ്ക്ക് അത് അറിയാമെന്നിട്ട് ഭാവിയിൽ ഷിയാങ്കി തന്നെയാണ് അമ്മയാവാൻ പോകുന്നതെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ഷെന്നി ഇവന് വന്ന് ഉപദേശിച്ച് കൊടുച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇവനിങ്ങനെ ഫ്യൂച്ചർ വൈഫിൻ്റെ കാര്യമൊക്കെ പറയുന്ന സമയത്ത് ഷിയാങ്കിക്ക് ഇച്ചിരി സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ഷെന്നി ഷിയാങ്കിയുടെ അടുത്ത് പറയുവാണ്, സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇവരുടെ മറ്റേ ഷോ അങ്ങ് നിർത്തി വെച്ചേക്കുവാണല്ലോ, പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചേക്കുവാണല്ലോ. ഇത് 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആ സമയത്ത് ഇവർ സ്വന്തമായിട്ടൊരു പാട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഒരു മ്യൂസിക് പ്രൊഡ്യൂസറെ സഹായം ഇവർക്ക് വേണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് വേണമെന്ന് പറയുന്ന സമയത്ത് ഷിയാങ്കി ആലോചിക്കുകയാണ്, ദൈവമേ അവിടെയുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് മ്യൂസിക് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഇവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരുന്നു. പക്ഷേ അവൻ്റെ സഹായം ഇപ്പോൾ അവൾക്ക് ചോദിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഷെന്നി ചെയ്തു തന്നു, ഇനിയിപ്പോൾ ഇതും കൂടി അവൻ്റെ അടുത്ത് ചോദിക്കുന്നത് മര്യാദയല്ലല്ലോ. ഞാൻ എങ്ങനെയെങ്കിലും ഇതങ്ങ് ചെയ്യണമല്ലോ എന്നുള്ള ടെൻഷനെ അവളിരിക്കും. അത് കഴിഞ്ഞ് ലൂവിനെ കാണുന്ന സമയത്ത് ലൂവും ഈ മറ്റേ മ്യൂസിക് പ്രൊഡ്യൂസറുടെ കാര്യം പറഞ്ഞിട്ടാവും പറയുന്നത്, ഞങ്ങളുടെ മ്യൂസിക് പ്രൊഡ്യൂസർ അവരെ അറിവിലുണ്ട്, അയാളെ സെറ്റാക്കി തരാമെന്ന് പറയാം കേട്ടോ. മാത്രമല്ല ഇവളാണെങ്കിൽ ആ ഷോയുടെ പ്രാക്ടീസിനായിട്ട് ചെല്ലുന്ന സമയത്ത് മെങ്ങില്ലയോ ഉള്ള കൂട്ടുകാരി, പഴയ കൂട്ടുകാരി, അവൾ വന്നിട്ട് ഇവളൊരുമാതിരി ഇതാക്കി പോലെ സംസാരിക്കും. എന്നിട്ട് പറയണം, നിനക്ക് വേണമെങ്കിൽ എൻ്റെ ബോയ് ഫ്രണ്ടിന് ഞാൻ മ്യൂസിക് പ്രൊഡ്യൂസറാക്കി തരാം, അവൻ്റെ അടുത്ത് പറയാൻ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറയുന്ന സമയത്ത് ഷിയാങ്കി പറയണം, എനിക്ക് അവൻ്റെ ഹെൽപ്പിൻ്റെ കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് മെങ് പറയണം, അവനേക്കാൾ നല്ലൊരാൾ നിനക്ക് കിട്ടാൻ പോകുന്നു വെച്ചുകൊണ്ട് നീ ഇരിക്കുവാണെന്നും പറഞ്ഞിട്ട് മെങ് അവിടെ നിന്ന് പോകാട്ടോ. അപ്പോൾ ഇവളെന്താ വിചാരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇവളോട് ഷെന്നി പറഞ്ഞു കാണും, നീ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നിൻ്റെ ലൊക്കേഷനൊക്കെ അയച്ചു തരണം, നീ എവിടെയാണ്, നീ സേഫ് ആണെന്ന് എനിക്ക് അറിയണല്ലോ, അതിന് വേണ്ടിയാണ്. അപ്പോൾ അവൾ അതിന് വേണ്ടിയിട്ട് ഇവന് മെസ്സേജ് ഇടാൻ നിൽക്കുന്ന സമയത്ത് കറക്റ്റ് ഇവളുടെ എക്സ് ബോയ് ഫ്രണ്ട് വരും കേട്ടോ. എക്സ് ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ഇവൾ കയറി വന്നിട്ട് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇവൾക്കത് ഇഷ്ടപ്പെടുന്നില്ല, ഇവനെ ഇഷ്ടമല്ലല്ലോ. അപ്പോൾ തള്ളി മാറ്റുമോ. അപ്പോൾ ഇവനാണെങ്കിൽ ഇവളടുത്ത് പറയുകയാണ്, ഞാൻ ആ മറ്റേ മെങ്ങിൻ്റെ കൂടെ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ ഒരു ദിവസം എനിക്ക് ഇച്ചിരി ആൽക്കഹോൾ തന്നിട്ട് മയക്കിയിട്ടാണ് എന്നെ ഇങ്ങനെ ആക്കിയെടുത്തത്, അല്ലാതെ ഞാൻ ജെന്യുവനായിട്ട് ഞാൻ നിൻ്റെ അടുത്ത് സ്നേഹത്തിലായിരുന്നു എന്നൊക്കെ പറയാം കേട്ടോ. പക്ഷേ ഷിയാങ്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഈ പറയുന്നതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കും. ഇവനാണെങ്കിൽ മെങ്ങിനെ പറ്റി നല്ല വൃത്തിയായിട്ട് രീതിക്കാണ് പറയുന്നത്, നമ്മൾ ചീത്ത പെണ്ണാണ്, ബിച്ചാണെന്നൊക്കെ രീതിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവളിതെല്ലാം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇവനിങ്ങനെ കൂടുതൽ അടുത്ത് വരുന്ന സമയത്ത് മറ്റേ വെള്ളം ഉണ്ടല്ലോ അതെടുത്ത് അവൻ്റെ മുഖത്തോട്ട് ഒഴിക്കട്ടോ. അപ്പോൾ അവനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൻ പറയാണ്, നീ അനുഭവിക്കൂടി, നീ എൻ്റെ അടുത്താണ് കളിച്ചത് മനസ്സിലായോ, അതിനുള്ളത് നിന്നെ അനുഭവിച്ചിട്ട് ഞാൻ വിടുമെന്നും പറഞ്ഞിട്ട് ഇവളുടെ അടുത്ത് നല്ലപോലെ പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് പോവാണ്. ഇനി നമ്മുടെ അനാനാണെങ്കിൽ മറ്റേ ഓർഫനേജിൽ വന്ന് ടാങ് എന്ന് പറഞ്ഞൊരു കൊച്ചിൻ്റെ കാര്യം പറഞ്ഞില്ല, ആ കൊച്ചിനെ കാണാനേ പോയിക്കോട്ടെ. കുറേ സ്നാക്സൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഇവൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു കറുത്ത ചരടിൽ ഒരു ലോക്കറ്റുള്ള പോലത്തെ ഒരു മാലയും കൊടുത്തിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് അനാൻ അവിടെ നിന്ന് പോകുന്ന സമയത്ത് അവിടെ തന്നെ ഓർഫനേജ് താമസിക്കുന്ന വേറൊരു കൊച്ചി, ഇച്ചിരി റൗഡി പോലെയാന്ന് തോന്നുന്നു അവിടുത്തെ കേട്ടോ. ആ കൊച്ചി വന്നിട്ട് ഈ സ്നാക്സ് എല്ലാം കണ്ടിട്ട് തട്ടിപ്പറിക്കുവാണ് കേട്ടോ. മാത്രമല്ല മറ്റേ മാല തട്ടിപ്പറിക്കാൻ പോകുന്ന സമയത്ത് ടാങ് പറഞ്ഞു, ഈ സ്നാക്സ് മൊത്തം എടുത്ത് എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ഈ മാല ചോദിക്കരുത്, ഇത് ഞാൻ അനാൻ്റെ ഓർമ്മയ്ക്കായിട്ട് വെച്ചേക്കുമെന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് ഈ മറ്റൊരു ചെറുക്കനുണ്ടല്ലോ ഈ ഓർഫനേജിലുള്ള മറ്റു ചെറുക്കൻ, ആ ചെറുക്കൻ വിചാരിക്കുവാണ്, ഓഹോ നീ ഇത്രയും പറഞ്ഞില്ലേ, നിൻ്റെ കയ്യിൽ നിന്ന് ആ മാലയും ഞാൻ അടിച്ചു മാറ്റുന്നു, ഈ ചെറുക്കൻ മനസ്സിലാലോചിക്കുവാണ്. എന്നിട്ട് അന്ന് വൈകിട്ട് വന്നിട്ട് ഷിയാങ്കി വന്നിട്ട് ഈ ഷോ എല്ലാം കഴിഞ്ഞ് വന്നിട്ടോ. അപ്പോൾ വരുന്ന സമയത്ത് വന്നിട്ട് ഞാൻ വന്നിട്ട് ഇവളടുത്ത് വന്നിട്ട് പറയുവാണ്, അമ്മ എന്നെ ഒന്ന് കുളിപ്പിക്കാൻ വരും, ഞാൻ മാസ്റ്റർ ബെഡ്റൂമിൽ ബാത്റൂമിൽ കാണുമെന്ന് പറഞ്ഞിട്ട് പോവാട്ടോ. ഇവളാലേക്ക് ഇവൻ പറഞ്ഞില്ല എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഇങ്ങനെ ബാത്റൂമിൽ കയറി എന്നിട്ട് മോനെ താണ്ട് ഞാൻ കുളിപ്പിക്കാൻ വന്നതാന്ന് പറഞ്ഞിട്ട് വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ വാതിൽ അങ്ങനെ ലോക്കാവണം. മാത്രമല്ല അവിടെ നിന്ന് വെച്ചാൽ ഷെന്ന കുളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവൾ വാല് തുറക്കാൻ നോക്കിയിട്ട് കിട്ടാത്തതുകൊണ്ട് അവൻ വന്ന് വാല് തുറക്കാൻ നിൽക്കുന്ന സമയത്ത് ഇവൻ കാല് തട്ടിയിട്ട് ഇവളുടെ മേല് വീഴുക കേട്ടോ. എന്നിട്ട് ഇവരിങ്ങനെ കണ്ണും നോക്കിയിരിക്കുകയാണ്. മാത്രമല്ല ആ സമയത്ത് കറക്റ്റ് വന്നിട്ട് ഇവിടെ വേലക്കാരി ഞാൻ ചെയ്യില്ല, അവർ അകത്തോട്ട് കയറി വരും, എന്ത് ശബ്ദം എന്നും പറഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും. അപ്പോൾ അവർ അയ്യോ സോറി ഞാൻ വന്ന ടൈം ശരിയായില്ലെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകാട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ആയപ്പോൾ നമ്മൾ ഷെന്നി നല്ല ദേഷ്യം വരും. അവൻ എണീറ്റ് നിന്നിട്ട് അവൻ നല്ല കലിപ്പിലാട്ടോ. അപ്പോൾ എടുത്തോണ്ടേ നമ്മൾ ഷിയാങ്കി പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറയുന്നതിന് മുമ്പേ ഇവൻ കയറി അങ്ങ് ചൂടാവും. എനിക്ക് നീ ഏത് സമയത്താണ് കയറിയത്, എനിക്കൊരു തേങ്ങയും കേൾക്കേണ്ട കാര്യമില്ല, നീ ഒന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോയി തരാമോ, എനിക്ക് അത്രയും മതി എന്ന് പറഞ്ഞിട്ട് ഇവൻ ഭയങ്കരമായിട്ട് റേസായിട്ട് അവളോട് സംസാരിക്കും. അപ്പോൾ ഇവൾക്ക് അങ്ങ് സങ്കടം ആവുന്നതുകൊണ്ട് തന്നെ ഇവൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവൾ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോകട്ടോ. അന്ന് വൈകിട്ട് കിടക്കുന്ന സമയത്ത് ഷിയാങ്കിക്കാണെങ്കിൽ ആലോചിച്ച് സങ്കടം. ഇവൾ ആലോചിക്കുകയാണ്, ദൈവം എനിക്ക് ഇവനൊന്നും ഇഷ്ടമായി വന്നായിരുന്നു, എനിക്ക് ആ ഇഷ്ടം പോലും എനിക്കൊന്നും പറയാൻ പറ്റിയില്ല, എന്തൊരു അവസ്ഥയാണെന്നുള്ള രീതിക്ക് ഇവളിങ്ങനെ ആലോചിക്കും. ഇതേ സമയം നമ്മുടെ ഷെന്നാണെങ്കിൽ ഉറക്കത്തെ സ്വപ്നം കാണും. സത്യം പറഞ്ഞാൽ ഇവൻ്റെ ചൈൽഡ്ഹുഡിൽ വന്ന് ഇവൻ്റെ പപ്പയും അമ്മയും തമ്മിൽ നല്ല ടേംസിലല്ലായിരുന്നു. അപ്പം ഇവൻ്റെ അമ്മ വന്ന് ഇവനെ നല്ലപോലെ ഇതാക്കി പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ വന്നിട്ട് നിൻ്റെ പപ്പയുടെ പോലെ നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്നേഹത്തിൻ്റെ വില എന്താണെന്ന് അറിയത്തില്ല, നിങ്ങളൊന്നും സ്നേഹിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രീതിക്ക് ഒരു ട്രോമ പോലെ ഒരു തരം ട്രോമ കൊടുക്കുന്നത് പോലെയാണ് ആ കൊച്ചിൻ്റെ അടുത്ത് മീൻസ് ഷെന്നിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെ പറ്റിയില്ല സ്വപ്നം കണ്ട് ദുസ്വപ്നം കാണുക കേട്ടോ.
പിറ്റേന്ന് ലൂ ആണെങ്കിൽ നമ്മുടെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മറ്റേ മ്യൂസിക് പ്രൊഡ്യൂസറിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഷിയാങ്കിയുടെ മനസ്സിവിടെ ഒന്നുമില്ല. അപ്പോൾ ലൂവിന് മനസ്സിലായി. അപ്പോൾ ലൂ ചോദിക്കും എന്താ പ്രശ്നം, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് എടുത്തോണ്ട് ഷിയാങ്കി പറഞ്ഞു ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടാവാനാ, അല്ലെങ്കിൽ ആൾക്ക് എന്നെ ഇഷ്ടമല്ല എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. എടുത്തോണ്ട് ലൂ പറയാം നിൻ്റെ അടുത്ത് ആരാ പറഞ്ഞത് നിന്നെ ഇഷ്ടമല്ലെന്ന്, നിന്നേക്കാൾ കൂടുതലൊന്നും അവൻ ഇവിടെ ആരും കെയർ ചെയ്യുന്നില്ല, അതറിയാവോ. കാരണം വെച്ചാൽ അവൻ്റെ വീട്ടിലൊന്നാതെ അവൻ ഇച്ചിരി പ്രൈവസി ഒക്കെ നോക്കുന്ന ആളാണ്. നിന്നെ അവൻ്റെ വീട്ടിൽ കയറി താമസിച്ചിരിക്കുന്നത്, നിനക്ക് വേണ്ടി ഇത്രയും ചെയ്തു, എന്നിട്ട് നിനക്ക് മനസ്സിലായില്ലേ നിന്നെ ഇഷ്ടമാണെന്ന്, നിനക്ക് വേണ്ടി കെയർ ചെയ്യുന്നു നിനക്ക് മനസ്സിലായില്ലയോ എന്ന് ഷിയാങ്കിയുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ ഷിയാങ്കി ഇച്ചിരി ഹാപ്പി ആവുന്നൊക്കെ ഉണ്ട് കേട്ടോ. മാത്രമല്ല അവൾ ആ ഷോയ്ക്ക് പോകാം. അപ്പോൾ അന്ന് ഷോയ്ക്കൊക്കെ പോയിട്ട് അന്ന് വൈകിട്ടാവുന്ന സമയത്ത് ഇവൾ വന്നില്ല, ടൈമായിട്ട് വന്നില്ല. അപ്പോൾ വന്നിട്ട് നമ്മുടെ ഷെന്നാണെങ്കിൽ ലൂവിനെ കോൾ ചെയ്യുന്ന സമയത്ത് ലൂ പറയണം അവൾക്ക് ഇന്ന് എക്സ്ട്രാ ഇച്ചിരി വോക്കൽ ക്ലാസ് ഉണ്ട്. മാത്രമല്ല അവൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് ഞാനങ്ങ് ക്ഷീണിച്ച് ഇന്ന് വൈകിട്ടും കൂടി എൻ്റെ അടുത്ത് അവളെ പിക്കപ്പ് ചെയ്യാൻ പറയാം, നീ വേണമെങ്കിൽ പോയി പിക്കപ്പ് ചെയ്യുന്ന ഷെന്നിൻ്റെ അടുത്ത് പറയാം. അപ്പോൾ ഷെന്നിന് വേറെ വഴിയില്ല, അവനും പിക്കപ്പ് ചെയ്യാൻ പോകാം. അപ്പോൾ അന്ന് വൈകിട്ട് ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് ഇവള് ലിഫ്റ്റ് കയറാൻ നിൽക്കുന്ന സമയത്ത് കറക്റ്റ് ഇവൾക്കൊരു കോൾ വരും, ഒരു അനോണിമസ് കോളാണ്. ആ കോൾ വിളിച്ചിട്ട് പറയണം നിൻ്റെ പപ്പയുടെ മരണത്തിൻ്റെ ഉത്തരവാദികളെ നിനക്ക് അറിയണമെങ്കിൽ നീ എന്നെ കാണാനായിട്ട് കാർ പാർക്കിംഗ് ഏരിയയ്ക്ക് വരാൻ പറയും. അപ്പോൾ ഇവള് ലിഫ്റ്റിൽ കയറുന്നതും ഷെൻ വരുന്നതും ഒരുമിച്ച്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണത്തില്ല കേട്ടോ. അപ്പോൾ ഷെൻ വന്ന് അവിടെയൊക്കെ നോക്കിയിട്ട് ഇവളെ കാണത്തൂല്ല, അവളെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഈ ടൈമിൽ ഇവൾ താഴെ പോകുന്ന സമയത്ത് ആ കാണാൻ വന്നത് വേറെ ആരുമില്ല, അവൾ അന്ന് കിഡ്നാപ്പ് ചെയ്യാനായിട്ട് ഒരാൾ വന്നല്ലോ, കിഡ്നാപ്പർ പോലെ ഒരാൾ വന്നില്ലേ, അയാളാണ്. അപ്പോൾ അയാൾ വന്നിട്ട് ഇവളെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇവളെ ഇവളെ പിടിക്കാനൊക്കെ നോക്കുക കേട്ടോ. ആ സമയത്ത് ഇത് വന്ന് CCTV ക്യാമറ വഴി കണ്ടിട്ട് ഇവർ വരുന്ന സമയത്ത് ഷെൻ ചോദിക്കുക എന്താ പ്രശ്നം ചോദിക്കുന്ന സമയത്ത് ഒരു പെണ്ണിനെ ഒരാൾ കിടന്ന് ഓടിക്കുന്നു, അവർ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ള രീതിക്കൊക്കെ ഇവർ പറഞ്ഞിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഏകദേശം ഷെന്നിന് കാര്യം മനസ്സിലാവും. അപ്പോൾ അവന് ഇവരെ കൂടെ ഓടി വരിക. ഈ സമയത്ത് കറക്റ്റ് ഇയാൾ വന്നിട്ട് ഒരു തുണി എടുത്തിട്ട് മറ്റേ ക്ലോറോഫോം പോലെ സംഭവമില്ലേ മയക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്, അത് വെച്ചിട്ട് ഇവളെ മയക്കുക കേട്ടോ. ഈ സമയത്താണ് കറക്റ്റ് ഷെന്നി ഇവരൊക്കെ വരുന്നത്. അപ്പോൾ ഇവളുടെ കഴുത്തേ പിടിച്ചുകൊണ്ടിരിക്കുക ഇയാൾ. അപ്പോൾ ഇവളെന്തെങ്കിലും ചെയ്താലോ, അപ്പോൾ ഷെൻ പറയണം നിനക്ക് എന്താ വേണമെന്ന് വെച്ചാൽ പറ, ഞങ്ങൾ ചെയ്തു തരാം, അവളെ വിട്ടേക്കാൻ പറയണം. അപ്പോൾ ഇയാൾ എടുത്തുകൊണ്ടാ കിഡ്നാപ്പർ ഉണ്ടല്ലോ, എടുത്തുകൊണ്ടാ പറയാം നിങ്ങളൊരു കാര്യം ചെയ്യും, എനിക്ക് 50 മില്യൺ പൈസ തരുവാണെങ്കിൽ ഞാൻ ഇവളെ വിട്ടിട്ട് പൊക്കോളാം എന്ന് പറയണം. അപ്പോൾ ഷെൻ പറയണം ഓക്കെ എനിക്കൊരു 10 മിനിറ്റ് ടൈം തരണം, എൻ്റെ ഫോണിൽ പൈസ കൊണ്ട് ഞാൻ അങ്ങ് അയച്ചേക്കാം, കാരണം വെരിഫിക്കേഷൻ ഉണ്ടെന്ന് പറയുന്ന സമയത്ത് ഇയാൾ പറഞ്ഞു എന്നെ പറ്റിക്കുമല്ലോ എന്ന് പറയും കേട്ടോ. മാത്രമല്ല അപ്പോൾ ഇയാൾ പറഞ്ഞു ശരി എന്നാൽ നീ എൻ്റെ ഫോൺ തറ വയ്ക്കുക, എന്നിട്ട് എൻ്റെ അടുത്തേക്ക് നീക്കിയിട്ട് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഇവൻ ഫോണും തറ വയ്ക്കും. അപ്പോൾ ഇയാൾ നൈസിന് ഇത് എടുക്കാൻ നിൽക്കുന്ന സമയത്ത് കറക്റ്റ് ഷെന്നി വന്നിട്ട് ഇയാളെ അടിച്ചിട്ടിട്ട് നമ്മുടെ ഷിയാങ്കി എടുത്തുകൊണ്ട് പോകട്ടോ. എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അവൾക്ക് ചെറിയ ബോധമുണ്ട്. ആ ബോധത്തിൽ അവൾ വന്നിട്ട് ഷെന്നിനെ നോക്കിയിട്ട് പറയണേ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, ഐ ലവ് യു എന്ന് പറയും കേട്ടോ. ഇവനിത് കേൾക്കുന്നൊക്കെ ഉണ്ട്. അപ്പോഴേക്കും അവൾ മയങ്ങി പോവുകയും ചെയ്യാം. അങ്ങനെ ഇവൻ അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഇവൻ്റെ മനസ്സിൽ മൊത്തം ഇവിടെ ഐ ലവ് യു എന്ന് പറഞ്ഞ കാര്യമൊക്കെ ഇവൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. മാത്രമല്ല ലൂവും കൂടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ എണീക്കേണ്ട ഒരു ടൈം ആവുന്ന സമയത്ത് കറക്റ്റ് ഷെന്നെ അവിടെ നിന്ന് പോകാൻ നിൽക്കുന്ന സമയത്ത് ലൂ ചോദിക്കണം നീ ഇത്രയും ചെയ്തിട്ട് ലാസ്റ്റ് മിനിറ്റിൽ ഇവിടെ നിന്ന് പോകേണ്ട കാര്യം എന്താ, അവൾ എണീറ്റിട്ട് പോയാൽ പോരെന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ പറയണം അതൊന്നും എനിക്ക് സെറ്റ് ആവത്തില്ല, ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ പുറത്തുനിന്ന് സംസാരിക്കാം. ഈ സമയത്ത് കറക്റ്റ് എൻ്റെ സൂവില്ലേ ഇവിടെ ഡാൻസ് മെൻറ്റർ, അയാൾ അങ്ങോട്ട് വരും കേട്ടോ. മാത്രമല്ല ഷിയാങ്കി എണീറ്റെന്നൊരു നേഴ്സും വന്ന് പറയുവാണ്. അപ്പോൾ എടുത്തന്നെ ലൂ പറയണ ഒരു കാര്യം ചെയ്യും, ഷെൻ നീ പോയി കാണുന്ന പറയുന്ന സമയത്ത് ഷെൻ പറയണേ എനിക്ക് അതിന് താല്പര്യമില്ലെന്ന് പറയുന്ന സമയത്ത് സൂ എടുത്തോണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ എന്താ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങ് ഇടിച്ച് കയറി പോവാണ്. അപ്പോൾ ലൂ വന്നിട്ട് ഷെൻ്റെ അടുത്ത് പറയണത് ആ കണ്ടേ അവൻ കയറിപ്പോയെന്ന് പറയുന്ന സമയത്ത് ഷെൻ ഇതൊന്നും മൈൻഡ് ആക്കുന്നൊന്നുമില്ല. മാത്രമല്ല മട്ടൺ സൂപ്പ് റെഡിയാക്കിയിട്ടായിരിക്കും ലൂ വന്ന വേലക്കാരി ആൻറ്റിയുടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്നേക്കുന്നത്. അപ്പോൾ ഷെൻ അവിടെ നിന്ന് പോവാണല്ലോ. അപ്പം ലൂ വന്നിട്ട് ഇത് കൊടുക്കുന്ന സമയത്ത് സൂ ഇത് തോന്നെങ്കിൽ പറയും അയ്യോ തണുത്തു പോയല്ലോ, ഞാൻ നിനക്ക് ചൂടോടെ ചിക്കൻ സൂപ്പ് ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കി വന്നിട്ടെന്ന് പറഞ്ഞിട്ട് ഷിയാങ്കിക്ക് എടുത്തിട്ട് ഇവനത് വാരി കൊടുക്കുക. അത് ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് കയ്യിന് വയ്യ, അവൾക്ക് ബോൺ ഫ്രാക്ചർ ആയിട്ടുണ്ട്, അതുകൊണ്ട് അവൻ തന്നെ അത് വാരി കൊടുക്കുവാണ്. നമ്മുടെ ഷെന്നാണെങ്കിൽ വീട്ടിൽ ചെന്ന് ആലോചിക്കുക. അപ്പോഴാണ് ഒരു കാര്യം കാണിക്കുന്നത്, ഇവർ ഷെന്നിൻ്റെ പപ്പയും അമ്മയുണ്ടല്ലോ തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു. അപ്പോൾ അവർക്ക് കിട്ടേണ്ട സ്നേഹമൊന്നും ഷെന്നിൻ്റെ പപ്പ കൊടുക്കുന്നില്ലായിരുന്നു. മാത്രമല്ല ഫിസിക്കലി അവർ ഉപദ്രവിക്കുക അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇവർ തമ്മിൽ നല്ല വഴക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് കണ്ടു വളർന്നുകൊണ്ട് ഷെന്നിൻ്റെ ഉള്ള അതിൻ്റെ ഒരു ഇൻഫീരിയാരിറ്റി കോംപ്ലക്സ് ഉണ്ട്. അവൻ്റെ ലൈഫ് അങ്ങനെ ആയാലോ, ഒരു പെണ്ണിൻ്റെ ലൈഫ് ഞാൻ നശിപ്പിച്ചാലോ എന്നുള്ള ചിന്തയുണ്ട്. അപ്പോൾ അവർ ഇതെല്ലാം ആലോചിക്കുക. മാത്രമല്ല അനന്നാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഷിയാങ്കിയെ കാണാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടി വേലക്കാരി ആൻറ്റിയുടെ സഹായത്തോടു കൂടി അവൻ കേക്കൊക്കെ ഉണ്ടാക്കുകയാണ്, പോലെ ലവിൻ്റെ ചിഹ്നമൊക്കെ അതിൽ വരച്ചിട്ട് കൊണ്ടുപോകട്ടെ ഇവർ രണ്ടു പോകാം. ഇത് അനനും അതുപോലെ തന്നെ വേലക്കാരി ആൻറ്റിയും കൂടി അങ്ങോട്ട് വരും കേട്ടോ. മാത്രമല്ല ഇവൾക്ക് വന്നിട്ട് മ്യൂസിക് പ്രൊഡ്യൂസർ കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഈ സൂ പറയുകയാണ് ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറച്ച് സോങ്സൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സോ ഞാൻ നിന്നെ സഹായിക്കാം, എൻ്റെ പാട്ടൊന്നും നീ കേട്ടോ, നിനക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവൻ ഗിറ്റാറൊക്കെ വെച്ചിട്ട് അവൾക്ക് പാടി കേൾപ്പിക്കുന്ന സമയത്താണ് അനൻ വന്ന് കയറി വരുന്നത്. അപ്പോൾ അനൻ കയറി വന്നോടനെ അവൻ പറയുകയാണ് അങ്കിൾ സൂ നിങ്ങൾ ചെയ്തത് ശരിയായില്ല, പിന്നെ എൻ്റെ പപ്പ ഇല്ലാത്ത സമയത്ത് എൻ്റെ അമ്മ അടിച്ചു മാറ്റാൻ നോക്കുവാണോ നിങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെടുത്ത് വഴക്കുണ്ടാക്കാൻ നിൽക്കും കേട്ടോ. അപ്പോൾ ഷിയാങ്കി പറയണം മോനെ നീ ഒന്ന് അടങ്ങ് മോനെ, അതൊന്നും അല്ല കാര്യം എന്ന് പറയുന്ന സമയത്തും അനൻ ഇതൊന്നും കേൾക്കാൻ തയ്യാറല്ല. അവൻ പറയാണ് ഇതൊന്നും ശരിയല്ല, ബാക്കിയുള്ളവരുടെ ഭാര്യമാരെ അടിച്ചു മാറ്റുന്നതൊക്കെ ഇയാളുടെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സൂവിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചിട്ടിരിക്കുക. അത് ലാസ്റ്റ് പറയണം ഓക്കെ ഞാൻ ഇച്ചിരി റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ ഈ ചെറുക്കനൊക്കെ പറഞ്ഞ് സമ്മാനിച്ച് ചെറുക്കനെ അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ്. മാത്രമല്ല സൂ അവിടുന്ന് പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അവനും പോവാട്ടോ. മാത്രമല്ല ഇവരെല്ലാം പോയി കഴിയുന്ന സമയത്ത് മെങ് വരുവാണ്.
പോവാണ്. മെങ് വരുന്ന സമയത്ത് പറഞ്ഞു ഷിയാങ്കിക്ക് ഓൾറെഡി അറിയാലോ അവളൊരു ചീറ്ററാണ്. അപ്പോൾ അവൾ പറയാണ് നീ ഇപ്പോൾ ന്യൂസ് റിപ്പോർട്ടേഴ്സ് എല്ലാം കാണാൻ വേണ്ടിയല്ലേ നീ എന്നെ കാണാൻ വന്നത്, അവരുടെ സ്നേഹം ഉണ്ടായിട്ടൊന്നും അല്ലല്ലോ, ആൾക്കാരെ മുന്നിൽ അഭിനയിക്കുകയാണ്, നീ അല്ലെങ്കിൽ മിടിക്കുകയാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുന്ന സമയത്ത് മെങ് പറഞ്ഞു ശരിയാണ്, പക്ഷേ എങ്കിൽ ഈ ഹോസ്പിറ്റലിൽ അടുത്ത് വരെ വരാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള ദൂരത്തോളം അവർക്ക് വരാൻ പറ്റിയില്ല, ഇവിടെ ഇച്ചിരി റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, ഇത്രയും ന്യൂസ് എനിക്ക് കിട്ടിയാൽ മതി, എന്നാലും എനിക്കുള്ള ആവശ്യമുള്ള പേരൊക്കെ കിട്ടുന്നുള്ള രീതിക്ക് ഇവിടെ സംസാരിക്കാം. അതുപോലെ തന്നെ മെങ് പറയുകയാണ് എൻ്റെ ബോയ് ഫ്രണ്ട് വന്നിട്ട് അവനാണെങ്കിൽ നിന്നെ ഇഷ്ടമേ അല്ല, നിനക്ക് അറിയാവോ, അവന് എന്നെയായിരുന്നു ഇഷ്ടം, പിന്നെ ഇനി നീ ഇപ്പോൾ അടുത്തത് വളയ്ക്കാൻ പോകുന്നത് ഷെന്നിനെ ആയിരിക്കുമല്ലോ, പിന്നെ ഷെന്നി നിന്നെ സ്നേഹിക്കുന്നു വെച്ചിട്ടാണ് നീ ഇരിക്കുന്നത് പറഞ്ഞിട്ട് ഒരുമാതിരി ബുള്ളി ചെയ്ത് സംസാരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഷിയാങ്കിക്ക് ദേഷ്യം വന്നിട്ട് പറയുകയാണ് ഓ നീ നിൻ്റെ ബോയ് ഫ്രണ്ടിനെ അധികം പൊക്കി പറയുന്നു വേണ്ട, കാരണം വെച്ച് കഴിഞ്ഞാൽ അവനെ നിന്നെ പറ്റിയുള്ള മൈൻഡ് എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഈ മെങ്ങിന് ദേഷ്യം വരും. എടുത്തോണം തന്നെ ഷിയാങ്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റെക്കോർഡിങ് കേൾപ്പിച്ചു കൊടുക്കുക, അതിലാണെങ്കിൽ ഇവൾ ബിച്ചാണ്, അവൾ വൃത്തികെട്ടവളാണ്, അവൾ എന്നെ ചതിച്ചതെന്നുള്ള ക്ലിപ്സൊക്കെ ഉണ്ടല്ലോ, അത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മെങ്ങിന് ഇവരൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ. എന്നിട്ട് പറയുകയാണ് നീ നിൻ്റെ ബോയ് ഫ്രണ്ടായിട്ടുള്ള മറ്റേ ഇവൻ തന്നെ ചെയ്തത് മ്യൂസിക് തന്നെ നീ ചെയ്യടി, എനിക്കതിന് കുഴപ്പമില്ലടി എന്ന് പറയുന്ന സമയത്ത് മെങ്ങിനൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ. മാത്രമല്ല എടുത്തോണം ഷിയാങ്കി ചോദിക്കുകയാണ് പിന്നെ എൻ്റെ വീട്ടിലേക്ക് കിഡ്നാപ്പേഴ്സിന് അയച്ചതെല്ലാം ആരാന്നൊക്കെ പോലീസുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇന്നോ നാളെയോ അതിനുള്ള റിപ്പോർട്ട് വരുമ്പോൾ ബാക്കിയുള്ളത് ഞാൻ തന്നോളാം എന്ന് പറയുന്ന സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.